ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക വച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആ പാവയ്ക്കയുടെ മുക്കാൽ ഭാഗത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നാടൻ പാവയ്ക്കായിരുന്നു കേട്ടോ, നല്ല കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുളി, വാളംപുളി, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടി ഇട്ട ഉടനെ ആ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മുടെ പൊടിയൊക്കെ കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൺചട്ടിയുടെയും എണ്ണയുടെയും ചൂടുകൊണ്ട് തന്നെ നമ്മുടെ പൊടിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പാവയ്ക്കയുടെ കയ്പ്പ് കളയണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഒരു 1/4 കപ്പ് വെള്ളത്തിലായിരുന്നു ഞാൻ പുളി ഇട്ട് വെച്ചിരുന്നത്. ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ബൗളിൽ ഒരു 2 ബൗൾ വെള്ളം കൂടി ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക കറിക്കൊക്കെ ഉപ്പും പുളിയും കുറച്ച് മുന്ത് നിൽക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഉപ്പൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മിക്സ് നല്ലപോലെ ബോയിലായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് ബോയിലാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ എളുപ്പം ഇത് തിളച്ച് എളുപ്പം കറിയാകും. പാവയ്ക്ക വെച്ചിട്ട് നമുക്ക് വറുത്തരയ്ക്കുക ഒന്നും ചെയ്യാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മുടെ മിക്സ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇട്ട് നല്ലപോലെ തിളച്ചാൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാൻ ഉള്ളിയൊന്നും വേണ്ട, അല്പം കടുകും കറിവേപ്പിലയും മാത്രം മതി. നമ്മുടെ കറി ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നല്ല ഒന്ന് കുറുകി വരും കേട്ടോ. തേങ്ങ വറുത്തരച്ച പോലെ നല്ല ശൈലിയിൽ കുറുകി വരും. കറിക്ക് നല്ലൊരു കളറുണ്ടായിരുന്നു. കളറ് വീഡിയോ എടുത്തപ്പോൾ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു കളറും നല്ല രുചിയുമാണ്. നമ്മളെപ്പോഴും തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന ആ സമയം നമുക്ക് ഇവിടെ ലാഭിക്കാം. അത് മാത്രമല്ല ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. വെറും ഒരു 10 മിനിറ്റ് മതി. പാവയ്ക്ക അരിയണ സമയം മാത്രം മതി കറി റെഡിയാവാൻ. അപ്പോൾ അത്ര എളുപ്പമാണ്. നെക്സ്റ്റ് ടൈം പാവയ്ക്ക മേടിക്കുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇല്ല നിങ്ങൾ ഇതുപോലെ പാവയ്ക്ക വയ്ക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്